നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് പാൽപ്പുട്ടാണ്. പാൽപ്പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്കൊരു 2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റോളം നമുക്കൊന്ന് സെറ്റാവാൻ അല്ലെങ്കിൽ സോഫ്റ്റായി വരാനായിട്ട് നമുക്ക് വയ്ക്കാം. പാൽപ്പുട്ടിലെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയും ക്യാരറ്റും ഒന്ന് സോട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 കപ്പ് ക്യാരറ്റാണ് ചേർക്കുന്നത്. അതോടൊപ്പം 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിലെ ഒരു സ്മെല്ല് കിട്ടുന്നതിന്, നെയ്യിലൊന്ന് സോട്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. 2 സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പുട്ടുപൊടി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, തേങ്ങ, പഞ്ചസാര മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചേരുവകൾ നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. നമ്മുടെ ചേരുവകൾ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. പുട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അല്പം പുട്ടുകുറ്റിയിൽ തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കാം. വീണ്ടും അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം.